മോർണിംഗ് ടു ആൾ. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരീക്കോടിന്റെ ചരിത്രത്തെ കുറിച്ചാണ്. അതിനുവേണ്ടി നമ്മുടെ കൂടെയുള്ളത് സർ മുസ്തഫ തൻവീർ സാറാണ്. സോ ലെറ്റ്സ് വെൽക്കം സർ. അരീക്കോടിന്റെ പുരാതന കാലചരിത്രത്തെ കുറിച്ച് പറയാം. അങ്ങനെ പുരാതന കാലം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് വ്യക്തമല്ല. കാരണം നമ്മുടെ ഏഷ്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ളൊരു സംഭവമാണെങ്കിൽ അങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി അരീക്കോടിൻ്റെ ഏഷ്യൻ ഹിസ്റ്ററിയെ കുറിച്ച് പഠനങ്ങൾ നടന്നിട്ട് എനിക്ക് അറിവില്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇവിടെ കാണുന്ന ചില അവശിഷ്ടങ്ങളുണ്ടല്ലോ, പ്രാചീന കാലഘട്ടത്തിൽ ഏതാണെന്ന് കരുതപ്പെടുന്ന ചില കുടക്കല്ലുകൾ, ഇവിടെ പുത്തലത്ത് കളിക്കല്ലെങ്കിലൊരു കുടക്കല്ലുണ്ട്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില ഊഹാപോഹങ്ങൾ ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു എക്സ്പ്ലോറേഷൻ ഒന്നും ഒരു ഏഷ്യൻ പീരീഡിനെ പറ്റി നടന്നതായിട്ട് എൻ്റെ അറിവില്ല. വളരെ ആധുനികമായൊരു ചരിത്രത്തിനെ പറ്റി മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു ധാരണ ഉള്ളൂ. ഈ ബ്രിട്ടീഷ് റൂളേഴ്സ് ഒക്കെ ഇവിടെയുള്ള ടൈമിലൊക്കെയുള്ള അത് പുരാതന കാലമല്ലല്ലോ. അങ്ങനെയല്ല, അവര് ഇവിടെയുള്ള ടൈമിൽ അരീക്കോട് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു ഫ്രീഡത്തിന് വേണ്ടിയിട്ട്, അതിനെ കുറിച്ചൊന്ന് പറയാം. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് വളരെ മോഡേൺ ആയ വളരെ റീസെന്റ് ആയ ഹിസ്റ്ററി അല്ലേ. ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിട്ട് ആകെ 75-78 കൊല്ലമായിട്ടുള്ളൂ. അതൊരു പ്രാചീന ചരിത്രമല്ലല്ലോ അത്. ബ്രിട്ടീഷ് പീരീഡിൽ എന്ന് പറഞ്ഞാൽ അതായത് മലബാർ എന്ന് പറയുന്നത് മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു ജില്ലയായിരുന്നല്ലോ. അപ്പോൾ അതിലെ പല ഗ്രാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു അരീക്കോട്. ഇവിടെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു. ബ്രിട്ടീഷ് ഭരണം ആയിരുന്നത് കൊണ്ട് ആ നിലക്കുള്ള ഇടപഴക്കങ്ങൾ അവർക്ക് നാട്ടുകാരായിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രീഡത്തിനുള്ള ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മലബാറിലെ, പ്രത്യേകിച്ച് മലബാറിലെ മാപ്പിള സമുദായത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പല രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1921 ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഒരു വളരെ വ്യാപകമായി ജനകീയമായി ഒരു വളരെ മാസീവായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. 1921 മലബാർ സമരത്തിന്റെ പ്രധാനപ്പെട്ട സൈറ്റുകളിലൊന്നായിരുന്നു അരീക്കോട്. ഇവിടെ ഒരുപാട് ആൾക്കാരിൽ പങ്കെടുത്തിരുന്നു, അതേസമയം പങ്കെടുക്കാത്തവരുണ്ടായിരുന്നു. ഇവിടുത്തെ മുസ്ലിങ്ങളിൽ അങ്ങനെ ഒരു സായുധ സമരം ബ്രിട്ടീഷുകാരോട് നടത്തുന്നത് ശരിയല്ല അതായത് അത് ഫലപ്രദമല്ല എന്ന് വിചാരിച്ച മലബാറിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന പോലെ ഇവിടെ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ പോലീസ് സ്റ്റേഷൻ എന്താ പറയുക കയ്യേറിയൊരു സംഭവമുണ്ട്. ഇവിടുത്തെ അന്നത്തെ ബ്രിട്ടീഷുകാരാണല്ലോ അധികാരികളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അധികാരിയെ ജനകീയ വിചാരണ നടത്തിയൊരു സംഭവമുണ്ട്. ഇവിടെ ഇപ്പോൾ വാരിയംകുന്നത്ത് കുഞ്ഞാമരാജിൻ്റെ ഒക്കെ സംഘത്തിന്റെ ഭാഗമായി അരീക്കോട്ടുന്ന പല മാപ്പിളമാരും ഇതിലൊക്കെ ജോയിൻ ചെയ്ത സംഭവങ്ങളുണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന MSP ക്യാമ്പാണ്. കാരണം ഈ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറഞ്ഞിട്ട് മലബാർ സമരത്തിന് അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ മലബാറിൽ ഈ പോലീസുകാരെ അതിനു വേണ്ടി ഒരു സേനയെ സൃഷ്ടിച്ചിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു ക്യാമ്പ് ഇപ്പൊ മലപ്പുറത്തും പാണ്ടിക്കാടൊക്കെ ഉള്ള പോലെ ഒരു ക്യാമ്പ് അരീക്കോടായിരുന്നു. അപ്പോ അത് പക്ഷേ മലബാർ സമരത്തിന്റെ ഒരു ചരിത്ര സ്മാരകം എന്നുള്ളതിനേക്കാൾ മലബാർ സമരം അടിച്ചമർത്തിയതിന്റെ ഒരു ചരിത്ര സ്മാരകമാണ്. അതായത് നാട്ടുകാർക്കെതിരെ വലിയ ക്രൂരതകൾ അഴിച്ചുവിട്ടൊരു സേനയായിരുന്നു. അപ്പൊ ആ ക്യാമ്പ് ഇപ്പോഴും അരീക്കോട് ഉണ്ട്. പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ നമ്മൾ മുകളിൽ പോയാൽ കാണുന്നത് ആ ഒരു ബ്രിട്ടീഷ് പോലീസ് ഇടപെടലിന്റെ സ്മാരകമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പിന്നെ അവിടെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു, മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. ആ നിലക്കുള്ള രാഷ്ട്രീയമായി എല്ലാ നാടുകളിലും ഉണ്ടായ പോലെ ബ്രിട്ടീഷുകാരോടുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അരീക്കോടിലെ പള്ളികളും മറ്റു മതസ്ഥാപനങ്ങളും അങ്ങനെയൊക്കെയാണ് അരീക്കോടിന്റെ ഡെവലപ്മെന്റിന് കാരണമായത്. എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തെന്നെങ്കിൽ എനിക്കറിയാം. ഇപ്പോൾ താഴത്തനാടിലെ പള്ളിക്കൊക്കെ ഭയങ്കര ചരിത്രം ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ അരീക്കോട്ടെ പള്ളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ താഴത്തങ്ങാടി വലിയ ജുമാഅത്ത് പള്ളി എന്ന് പറയുന്നത് അരീക്കോട്ടെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളികളിൽ ഒന്നാണ് എന്ന് നമുക്ക് പറയാം. ഏതാണ്ട് അധികം വൈകാതെ എന്ന് പറഞ്ഞാല് പിന്നീട് ഉണ്ടായൊരു പള്ളിയാണ് പുത്തലത്തെ മുല്ലപ്പള്ളി എന്ന് പറയുന്ന ജംഗ്ഷനിലുള്ള പള്ളി.
അത് അങ്ങനെ ഒരു പള്ളി ഉണ്ടായി വന്നതിന്റെ പിന്നിൽ ഇവിടുത്തെ പ്രാദേശികമായി പറയപ്പെടുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കൊണ്ടോട്ടി പൊന്നാനി കൈത്തർക്കം എന്നെല്ലാം പറയും. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ആ പള്ളി വന്നത് എന്നൊക്കെ ചില ഇവിടെ നാട്ടിൽ കൈമാറപ്പെട്ട് വരുന്ന ചില കഥകളിൽ അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ഇപ്പൊ താഴത്തങ്ങാടി തന്നെ ഈ പള്ളി അല്ലാതെ വേറൊരു പള്ളി അവിടെ കബർസ്ഥാനിലുള്ള പള്ളിയുണ്ട്, പിന്നെ മേത്തലങ്ങാടി പള്ളിയുണ്ട്, അരീക്കാട്ട് അങ്ങനെ ഒരുപാട് പള്ളികളുണ്ട്. സമൂഹത്തിനുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു മതസ്ഥാപനം എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്ത് ആ മുസ്ലിങ്ങളുടെ വൈജ്ഞാനികവും വിശ്വാസപരവും സാംസ്കാരികവുമായ ഒരു നേതൃത്വം സ്വാഭാവികമായ പള്ളിയിലായിരിക്കുമല്ലോ. പിന്നെ മേത്തലങ്ങാടി പള്ളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോ സുല്ലംസലാം എന്ന് പറയുന്ന ഇപ്പോഴത്തെ അരീക്കോടിന്റെ ഒരു വിദ്യാഭ്യാസ പുരോഗതിയിലൊക്കെ വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോ അങ്ങനെ ആ ഒരു സുല്ലംസലാം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ശരിക്കും മേത്തലങ്ങാടി പള്ളിയുടെ ഒരു സംഭാവനയാണ്. ആ പള്ളിയിൽ നിന്നുണ്ടായി വന്ന ഒരു വിദ്യാഭ്യാസ നവോത്ഥാനമാണ്. അപ്പൊ ആ വിദ്യാഭ്യാസ നവോത്ഥാനം ബൻവി അബ്ദുസ്ലാം മൗലവിയെ പോലുള്ള ഒരാള്, അദ്ദേഹം ആണ് മേത്തലങ്ങാടി പള്ളിയുടെ നടത്തിപ്പുകാരൻ എല്ലാ അർത്ഥത്തിലും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പള്ളി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ സ്വാഭാവികമായ തുടർച്ച എന്നുള്ള നിലക്കാണ് ഇവിടെ മദ്രസ ഉണ്ടാവുന്നതും അറബി കോളേജ് ഉണ്ടാവുന്നതും ഓറിയന്റൽ സ്കൂൾ ഉണ്ടാവുന്നതും കുറെ കൂടി കഴിഞ്ഞപ്പോൾ സുല്ലംസലാം നമ്മൾ ഈ പറയുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടാവുന്നതൊക്കെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അരീക്കോടിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിനെ വളരെ നിർണായകമായ രീതിയിൽ സ്വാധീനിക്കാൻ പള്ളികൾക്കും പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മതേതരത്വത്തിന്റെ പ്രാധാന്യം എന്താണ്? പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണല്ലോ ഇവിടെ. അപ്പോ മതേതരത്വത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണ് അരീക്കോടിന്റെ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തത്? ചോദ്യം അതായത് ഇപ്പോ എല്ലാ മതസ്ഥരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഇപ്പൊ മലബാർ കലാപം ആയിക്കോട്ടെ, അതിൽ മുസ്ലിംസ് ആണ്. എന്നാലും മതേതരത്തിന്റെ പ്രാധാന്യം അരീക്കോട് ജനങ്ങളുടെ ഒരു വളർച്ചയ്ക്ക് ഉണ്ടാക്കിയ മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അരീക്കോട് എന്ന് പറഞ്ഞാൽ അരീക്കോട്ട് മുസ്ലിങ്ങൾ മിക്കവാറും മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോ താഴത്തങ്ങാടി മേത്തലങ്ങാടി ഒക്കെ പോലുള്ള പ്രദേശങ്ങൾ മിക്കവാറും മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതേസമയം അതല്ലാത്ത പിന്നെ അമുസ്ലിങ്ങൾ കൂടിയുള്ള സ്ഥലങ്ങളുണ്ട്, ബാക്കിയുള്ളവർ ഇടകലർന്ന് ജീവിക്കുന്ന പ്രദേശങ്ങളുണ്ട്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളെയും പോലെ തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന, പക്ഷേ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് അരീക്കോട് എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷെ അങ്ങനെ നമ്മള് പൊതുവിൽ എല്ലാ മനുഷ്യന്മാരെയും പോലെ മതാതീതമായൊരു മാനവികത കാത്തു സൂക്ഷിക്കുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളെല്ലാം വളരെ സൗഹൃദത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കുകയും നാടിന്റെ പൊതു പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയും നാടിന്റെ നന്മക്ക് വേണ്ടി ഒരുമിച്ച് അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി മറ്റെല്ലാ ഗ്രാമങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഉള്ളത്. അത് മതേതരത്വം, സെക്യുലറിസം എന്ന് പറയുന്ന അതൊരു ഒരു മോഡേൺ പൊളിറ്റിക്കൽ ഐഡിയോളജി ആണല്ലോ. അതിൻ്റെതായ അർത്ഥങ്ങൾ ഉണ്ടാവും. ആ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. ഭരണകൂടം മതനിരപേക്ഷമായിരിക്കുക എന്നുള്ളതാണല്ലോ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഒരു ആത്മാവ്. ഇവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ റിലീജിയസ് ആയ ആൾക്കാരാണ്. പൊതുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതനവോത്ഥാനത്തിന്റെ ഒരു അനുഭവം നന്നായുള്ള ഒരു പ്രദേശമാണ് അരീക്കോട്. പ്രത്യേകിച്ചും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിൽ മതപരമായ സജീവത, അവരുടെ ഒരു മതബോധം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വളരെ ഉയർന്നതാണ്. ഇവിടുത്തെ പള്ളികളായിട്ടും മദ്രസകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായൊരു റിലീജിയസ് ലൈഫുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ശരിക്കും അരീക്കോട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റി. ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം എന്ന് പറയുന്നത് പോലും അവരുടെ മതബോധവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോ മതേതരത്വം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മതനിരപേക്ഷമായ ഒരു ജീവിതമാണെങ്കിൽ അതല്ല, ശരിക്കും വളരെ മതപരമായൊരു ജീവിതമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതിന്റെ സ്വാഭാവികമായ ഒരു അനുബന്ധമാണ് സമുദായങ്ങൾക്കിടയിലുള്ള മൈത്രിയും സൗഹൃദവും ഒക്കെ. അതിന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ ബ്രിട്ടീഷുകാരൊക്കെ വന്ന ടൈമില് ഇപ്പൊ ട്രേഡിന് വേണ്ടിട്ട് ഇപ്പൊ കടുങ്ങല്ലൂരിലെ പാലം അങ്ങനത്തെ അതിന്റെ ചരിത്രത്തെ കുറിച്ച് ഒന്ന് പറയും. അല്ല, ബ്രിട്ടീഷുകാര് നമ്മള് മലബാറിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇപ്പൊ തിരുവിതാംകൂർ പോലെ അല്ല, അത് ബ്രിട്ടീഷുകാർ ഭരിച്ചൊരു സ്ഥലമല്ലല്ലോ. മലബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ് ഭരിച്ചിരുന്നത്. സ്വാഭാവികമായ ആ കാലഘട്ടത്തിലൂടെ റോഡ് ഉണ്ടാക്കിയതും പാലം ഉണ്ടാക്കിയതൊക്കെ ഓരായിരിക്കും. അത് നമ്മളോടുള്ള ഭയങ്കര ബെനവലൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കണമല്ല. അവർക്ക് അവരുടേതായ കച്ചവട താല്പര്യങ്ങളുണ്ട്. അവരൊരു സ്ഥലം നടത്തുമ്പോ നമ്മൾ നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള വലിയൊരു അവരുടെ ഒരു യുക്തി എന്ന് പറഞ്ഞാൽ തേക്ക് ഇവിടുന്ന് കടത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ഒരു യുക്തിയാണ്. ഇവിടെ പാലങ്ങൾ, റോഡുകൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭരിക്കുന്ന ഒരു പ്രദേശം എന്നുള്ളവർക്ക് അവരുടെ കൊളോണിയൽ വ്യാപാര താല്പര്യങ്ങളെ സംരക്ഷിക്കാനും മറ്റുള്ള വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും.
ആരും അങ്ങനെ തന്നെ അല്ലേ. നമ്മൾ ഏത് നാട്ടിൽ ഭരിക്കുമ്പോഴും ഏത് ഗവൺമെന്റിനും ആ ഗവൺമെന്റിന്റേതായ താല്പര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് ഇവഞ്ച്വലി അവര് ചെയ്യുന്ന പല പദ്ധതികളും നാട്ടുകാർക്ക് ഉപകാരപ്പെടും ചെയ്യും. ഇവിടെ റോഡുകളും പാലങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നതിൽ ബ്രിട്ടീഷുകാർക്ക് പങ്കുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ അക്നോളജ് ചെയ്യേണ്ടതാണ്. പക്ഷെ അവര് നാടിനെ ആത്യന്തികമായി എക്സ്പ്ലോയിറ്റ് ചെയ്ത ആൾക്കാരാണ്. അവര് നമ്മളെ നന്നാക്കാൻ വേണ്ടി ചെയ്തതല്ല. അപ്പൊ കടുങ്ങല്ലൂർ പാലം എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്ന അതിന്റെ ഒരു ആർക്കിയോളജിക്കൽ അവശേഷിപ്പാണ്. നമ്മൾക്ക് ഇന്നും കാണാൻ പറ്റുന്ന, അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളാണത്. അത് വളരെ ഏളിയല്ല, ബ്രിട്ടീഷ് പീരീഡിന്റെ തുടക്കത്തിലല്ല, ഒരു ലേറ്റ് ബ്രിട്ടീഷ് പീരീഡ് ആണ്. ഏതാണ്ട് ബ്രിട്ടീഷുകാരോടെ പോകുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് ആ പാലൊക്കെ. റെനൈസൻസിന്റെ പീരീഡില്, അതായത് നവോത്ഥാനത്തിന്റെ പീരീഡില് അരീക്കോട് ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നവോത്ഥാനം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഒരു ഇതാണോ, നേരത്തെ പറഞ്ഞ ഇസ്ലാം മൊഴിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? വേറെന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യന്റെ ബ്രിട്ടീഷുകാർ വന്ന ടൈമിലായിരുന്നു അങ്ങനെ കുറെ മാറ്റങ്ങൾ ഇന്ത്യക്കും കേരളത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനതായിട്ട് മാറി വന്ന സാമൂഹിക മാറ്റങ്ങൾ അരീക്കോട്. അതായത് കൊളോണിയലിസം എന്ന് നമ്മൾ പറയുന്നതല്ലേ, കൊളോണിയൽ മൊഡേണിറ്റി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ ഉണ്ടായി വന്ന പുതിയൊരു സാമൂഹിക അനുഭവം. അത് മലബാറിന് മൊത്തത്തിൽ അഴിച്ചു പണിതിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടായ സ്കൂളുകൾ എന്ന് പറയുന്നത്, കോളേജുകൾ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഗതാഗതം, വ്യവസായം, അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ, ചികിത്സ, ഈ രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള നമ്മളൊരു ചരിത്രം സൃഷ്ടിച്ചു എന്ന് പറയാവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊളോണിയൽ മോഡേണിറ്റി പൊതുവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങൾ അരീക്കോട്ട് നമുക്ക് ധാരാളം കാണാൻ കഴിയും. നമ്മൾ സ്വാഭാവികമായി ഒരു പഴയ ഒരവസ്ഥയിൽ നിന്ന്, ഒരു പ്രീ കൊളോണിയൽ ജീവിത ശൈലിയും ഒരു കൊളോണിയൽ മോഡേണിറ്റി കൊണ്ടുവന്ന് നമ്മളിപ്പോഴും ശരിക്കും അതിന്റെ ലെഗസി എന്നാണോ ബാഗേജ് എന്നാണോ പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ആ ഒരു ജീവിത ശൈലിയിലാണ് ഏകദേശം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ അത് ഈ വിദേശികളായ അക്രമികളായ ചൂഷകരായ യൂറോപ്യൻ അധിനിവേശകരായ ഒരു സംഘം ആൾക്കാർ ഇവിടെ എഫക്റ്റ് ചെയ്ത മാറ്റങ്ങളാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ആൾക്കാർ അവരുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന മാറ്റങ്ങളാണ് കൂടുതൽ ചർച്ച അർഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അരീക്കോട്ട് ഇപ്പോ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ മതപരമായ ചില തെറ്റിദ്ധാരണകൾ കാരണം, ശരിക്കും മതം അങ്ങനെ പഠിപ്പിക്കുന്നില്ലെങ്കിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട്, അല്ലെങ്കിൽ ആധുനിക ചികിത്സയോട്, ആധുനികമായ അറിവുകളോട് ഒക്കെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, മലബാറിലെ മാപ്പിളമാർക്കിടയിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്ക് കയ്യെഴുത്ത്, അതായത് എഴുത്ത് പഠിക്കുക എന്ന് പറയുന്നത് പെണ്ണിന് പാടില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളൊരു ധാരണ മലബാറിലെ മാപ്പിളമാർക്കിടയിൽ ചില ആൾക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പഠിക്കാൻ പോവുക, വിദ്യാഭ്യാസം നേടുക എന്നൊക്കെ പറയുന്നത് അനിസ്ലാമികമാണെന്നുള്ളൊരു ധാരണ അവിടെ ഉണ്ടായിരുന്നു. ആ ധാരണ തെറ്റാണ്. കാരണം ഇസ്ലാം അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം ശരിയായ ചികിത്സ തേടാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം പെണ്ണിനെ പഠിപ്പിക്കാനാണ് ഇസ്ലാം ശരിക്കും ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ മതപണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായ ചില അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ ചില ധാരണകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ധാരണകളെ തിരുത്താനും അതല്ല ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നതെന്ന് പറയാനും, നമ്മൾ സ്കൂളിൽ പോകണം, കോളേജുകളിൽ പോകണം, ആധുനിക ആശുപത്രികളിൽ പോകണം എന്നൊക്കെ പറയാനും ശ്രമിച്ച, നമ്മൾ ഇസ്ലാഹി മൂവ്മെന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന, ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചരിത്രാനുഭവം ഉണ്ടല്ലോ. അപ്പൊ അവരാണ് ഇവിടെ ഒരു മുസ്ലിങ്ങളെ ഒരു പുതിയ ജീവിത ദശയിലേക്ക് കൊണ്ടുപോകാൻ കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നത്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈറ്റായിരുന്നു അരീക്കോട്ട്. നമ്മൾ ഈ പറയുന്ന ഒരു ഇസ്ലാഹി നവോത്ഥാനത്തിന്റെ മലബാറിലെ തന്നെ ഏറ്റവും തിരുവരങ്ങാടി, പുളിക്കൽ, എടത്തനാട്ടുകര, കോഴിക്കോട്, ഫറൂഖ്, എടവണ്ണ, വദായി എന്നൊക്കെ പറയുന്നത് പോലെ ഈ തരത്തിലുള്ളൊരു സാമൂഹിക പരിവർത്തനത്തിന്റെ വലിയൊരു വേദിയായി മാറിയ ഒരു പ്രദേശമാണ് ശരിക്കും അരീക്കോട് എന്ന് പറയുന്നത്. നമ്മൾ NV അബ്ദുസ്സലാം മൗലവി, അല്ലെങ്കിൽ NV ഇബ്രാഹിം മാസ്റ്റർ, KC അബൂബക്കർ മൗലവി, അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവി, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, നമ്മൾ ഈ ഒരു കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുണ്ടായ ഇസ്ലാഹി നവോത്ഥാനത്തിന്റെ ഒരു രാജശില്പികൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കുറേ ഇന്റലക്ച്വൽസും ആക്ടിവിസ്റ്റുകളും ജീവിച്ചൊരു പ്രദേശമാണ് അരീക്കോട്. അപ്പൊ അവരിൽ പലരും കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചതും ഈ നാട്ടിലാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഈ സുല്ലം ഇസ്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു തുടർച്ച എന്നുള്ളവർക്ക് ഉണ്ടായി വന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രംഗവേദിയായിരുന്നു അരീക്കോട് എന്ന് നമുക്ക് പറയാം. അതിന്റെ കുറേ അവശേഷിപ്പുകൾ നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ചെയ്യും.
രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമയമല്ലേ. അപ്പോൾ അരീക്കോട് നിന്ന് ആരെങ്കിലും പ്രധാനമായിട്ട് ആരെങ്കിലും റോളൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനത്തെ? സ്വാതന്ത്ര്യ സമരത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 1921 മലബാർ സമരത്തിൽ ഞാൻ നേരത്തെ സംസാരിച്ചല്ലോ അതിനെപ്പറ്റി. പിന്നെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഇവിടെ പിന്നെ എന്താണ് പറയുക, പ്രധാനമായും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അരീക്കോട്ടിന്റെ ഒരു പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ കോൺഗ്രസ്സുകാരായിരുന്നു. നമ്മൾ PNB അബ്ദുസ്സലാം മൗലവി എന്ന് പറയുന്ന ആള് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ഇടത്തലശ്ശേരി മുഹമ്മദ് മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇങ്ങനെയൊക്കെയുള്ള മലബാറിലെ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനായിട്ട് മാറുകയാണ്. അത് നമ്മൾ ഇപ്പൊ പറയുന്ന മുസ്ലിം ലീഗ് അല്ല, ആ മുസ്ലിം ലീഗിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിട്ട് ഇവർ മാറുകയാണ്. അപ്പൊ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ മുസ്ലിം ലീഗുകാരായി മാറി. എല്ലാവരും മാറി എന്നല്ല, ചിലര് കോൺഗ്രസിൽ തന്നെ അവശേഷിച്ചിരുന്നു. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാല് അവരുടെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ അന്ന് ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഒക്കെ ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാരോടുള്ള ഒരു പോരാട്ടമായിരുന്നു അവരുടെ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്. നമ്മളൊരു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഇതിനെ പോലെ അല്ലല്ലോ. ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്ന അരീക്കോട്ട് വളരെ ശക്തമായി നടന്നൊരു സമരമാണ്. കാരണം അത് മലബാറിലുടനീളം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സജീവമായി നടന്നൊരു സമരമാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അതിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ആ നിലക്കാണ്. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര രംഗത്തെ അധികായന്മാരായി കേരളത്തിൽ അറിയപ്പെടുന്ന ആരെങ്കിലും അരീക്കോട്ട് ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. റെനസൻസിന്റെ ഭാഗമായിട്ട് നടന്ന വിദ്യാഭ്യാസ റിഫോംസ് അരീക്കോട്ടിന്റെ ജീവിത രീതിയിലും ചിന്തയിലും ഒക്കെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? അതില് ഞാൻ പറഞ്ഞ അരീക്കോട്ടെ ഒരു മുസ്ലിം നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്ന ഖുർആൻ ക്ലാസ്സുകളാണ്. അതൊരു ശരിക്ക് നമ്മള് പിന്നെ വളരെ ആഴത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് NV അബ്ദുസ്സലാം മൗലവി എന്ന് പറയുന്ന അദ്ദേഹം ശരിക്കും പരമ്പരാഗത അർത്ഥത്തിൽ ഒരു മതപണ്ഡിതൻ പോലും അല്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭൗതിക വിദ്യാഭ്യാസം കുറച്ചൊക്കെ ലഭിച്ച, അന്നത്തെ അവസ്ഥയിൽ സാമാന്യം നല്ല മതവിദ്യാഭ്യാസം ലഭിച്ച ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്ന, നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം സ്വന്തമായ അധ്വാനത്തിലൂടെ ഖുർആൻ പഠിക്കുകയാണ്. അപ്പോൾ ആ ഖുർആൻ പഠിച്ചിട്ട് ഖുർആൻ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഖുർആൻ ക്ലാസ് പ്രസ്ഥാനം തുടങ്ങിയിട്ട് അരീക്കോട്ടെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ തടിച്ചു കൂടുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ഖുർആൻ ക്ലാസ് എടുക്കുന്നു. ഖുർആനിലെ ആയത്തുകൾ ഖുർആൻ പിന്നെ തുടക്കം മുതൽ അദ്ദേഹം ഇങ്ങനെ അർത്ഥസഹിതം ഇങ്ങനെ ആൾക്കാരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ഖുർആൻ പഠിച്ചതോടുകൂടി ഇസ്ലാം എന്നുള്ള പേരിൽ അവർക്കിടയിൽ നിലനിന്നിരുന്ന പല ധാരണകളും അല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ ശരിയായ ഇസ്ലാമിലേക്കുള്ള ഒരു യാത്ര ഈ ഖുർആൻ ക്ലാസ്സുകളിലൂടെ അവർ തുടങ്ങിയതോടുകൂടി ഇവിടെ വ്യാപകമായി, പ്രത്യേകിച്ചും ഈ മേത്തലങ്ങാടി ആ ഒരു പരിസരത്തൊക്കെ തിങ്ങി താമസിച്ചിരുന്ന മുസ്ലിങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റം ഉണ്ടായി. ആ മാറ്റം അവരുടെ സാമൂഹിക ജീവിതത്തിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ മേത്തലങ്ങാടി പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷന്മാർ ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കുന്ന പോലെ സ്ത്രീകൾ പങ്കെടുക്കാൻ തുടങ്ങി. അവിടെ ജുമുഅക്ക് വരാൻ തുടങ്ങി, ഖുതുബകൾ കേൾക്കാൻ തുടങ്ങി, ഈ ഖുർആൻ ക്ലാസ്സുകൾ സ്ത്രീകൾ കേൾക്കാൻ തുടങ്ങി. അപ്പൊ അത് സ്ത്രീകൾക്കിടയിൽ വലിയ ഉത്ബുദ്ധത ഉണ്ടായി. അപ്പൊ അവര് വ്യാപകമായി വിദ്യാഭ്യാസത്തിന് പോകുന്നത് ഇസ്ലാം വിരുദ്ധമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ ഖുർആൻ ക്ലാസ്സുകളിലൂടെ അവർ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ അങ്ങനെയല്ല, അറിവ് നേടിയെടുക്കലാണ് ഇസ്ലാമിന്റെ താല്പര്യം എന്നാണ്. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരൊക്കെ വിദ്യാഭ്യാസത്തിന് പോകാൻ തുടങ്ങി. അപ്പൊ അതിനോടനുബന്ധമായി ഇപ്പൊ അറബിക് കോളേജ്, ഇപ്പൊ എൻ്റെ വല്യമ്മ എന്ന് പറഞ്ഞാല് പിന്നെ ഈ 1940-കളിലൊക്കെ ഒരു യൗവനത്തിലുള്ള ആളാണ്. എൻ്റെ വല്യമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്ന കഥകളുണ്ട്. അപ്പൊ വല്യമ്മ എന്താന്ന് വെച്ചാല് അന്ന് അറബിക് കോളേജിൽ പോയ ഒരാളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലിബറേറ്റിംഗ് ആയ, വളരെ വിമോചനാത്മകമായ ഒരു അനുഭവമായിരുന്നു. കാരണം അവർക്ക് അങ്ങനെ ഒരു ലോകമില്ലായിരുന്നു വീടിന്റെ പുറത്ത്. അപ്പൊ അവര് അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, അറബി ഭാഷ പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, ഹദീസുകൾ കേൾക്കുന്നു, അവർ വലിയ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളിൽ ഇരിക്കുന്നു. അത് അവർക്ക് കൊടുക്കുന്ന ഒരു എംപവർമെന്റ് ഉണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ആധുനിക വിദ്യാഭ്യാസത്തിന് പോയി, സ്കൂളിൽ പോയി, കോളേജുകളിൽ പോയി. അരീക്കോട്ടുനിന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ മലബാറിൽ തന്നെ ഏറ്റവും അധികം അധ്യാപികമാരുണ്ടായൊരു പ്രദേശമാണ്. അതായത് അധ്യാപകരുണ്ടായതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ അധ്യാപികമാരായി മാറിയ പ്രദേശമാണ്. അപ്പൊ പഴയ NV അബ്ദുസ്സലാം മൗലവിയൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന
ഈ മിഷ്കാത്തുൽ ഹുദ എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ട്. ആ മാസികയുടെ പുറംചട്ടയിൽ നമ്മൾ നോക്കിയാൽ ഈ പരസ്യങ്ങളിൽ സ്ത്രീകൾക്ക് പഠിക്കാം എന്ന് പ്രത്യേകം അടിവരട്ട് പറയുന്നത് കാണാൻ കഴിയും. അവിടുത്തെ ഞങ്ങളുടെ അറബിക് കോളേജുകളിൽ വേണമെങ്കിൽ സ്ത്രീകൾക്ക് ഒന്ന് പഠിക്കാം എന്ന് പറഞ്ഞിട്ട്, അതായത് പണ്ഡിതൻ മാത്രമേ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ പണ്ഡിത എന്ന് പറയുന്ന ഒരു സംഭവം അത് ശരിക്കും എടുത്തൊരു ഇസ്ലാഹി നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. സുല്ലം ഇസ്ലാം അറബിക് കോളേജ് എന്നൊക്കെ പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു രംഗവേദിയായിരുന്നു. ഓറിയന്റൽ ഹൈസ്കൂള് ഈ ഒരു സ്ത്രീകളെ എംപവർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അപ്പൊ പിന്നീടുള്ളൊരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അരീക്കോട് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിന്നൊരു പ്രദേശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിന്റെ എല്ലാ ഭാഗത്തും വലിയ വിദ്യാഭ്യാസപരമായ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ വേറെ എവിടെയും ഇങ്ങനത്തെ വിദ്യാഭ്യാസ പുരോഗതിയൊന്നും ഇല്ലാത്തൊരു കാലത്ത് NV അബ്ദുസ്സലാം മൗലവിയിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ രീതിയിൽ വരുന്ന ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും, പക്ഷെ അതൊരു നല്ലൊരു സമന്വയമായിരുന്നു. കാരണം അവർ ഡോക്ടർമാരായിരുന്നു, എഞ്ചിനീയർമാരായിരുന്നു, അധ്യാപകരായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവർ ഖുർആൻ അറിയുന്നവരായിരുന്നു, ഹദീസ് അറിയുന്നവരായിരുന്നു. അതായത് തറാവീഹ് നമസ്കാരത്തിന് പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഒരു ഡോക്ടർ എന്ന് പറയുന്ന വളരെ കൗതുകകരമായ ഒരു അനുഭവം ഈ ഗ്രാമത്തിന് ഒരു 60-കളിലും 70-കളിലൊക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അരീക്കോടിന്റെ ചരിത്രം പഠിക്കാൻ വരുന്ന താല്പര്യപ്പെടുന്ന ഇപ്പോഴത്തെ യൂത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അഡ്വൈസ്. അല്ല, അരീക്കോടിന്റെ ചരിത്രങ്ങൾ അങ്ങനെ അത്ര ലോക്കലൈസ്ഡ് ആയിട്ട് ചോദിക്കുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കാരണം അത് നമ്മൾ അരീക്കോടിന് മാത്രം എന്ന് പറയാൻ പറ്റൂല. കാരണം ഇത് മൊത്തത്തിൽ മലബാറിന്റെ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രദേശത്തിന്റെ അനുഭവങ്ങളാണ്. അതില് നമ്മളെല്ലാ പ്രദേശങ്ങളുടെയും ചരിത്രം നമ്മൾ അന്വേഷിക്കണം. അപ്പൊ നിങ്ങള് അരീക്കോട് ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എന്നുള്ളവർക്ക് തീർച്ചയായും അരീക്കോടിന്റെ ഒരു ലോക്കൽ ഹിസ്റ്ററി അന്വേഷിച്ചു പോകുന്നതിന് വലിയ പ്രസക്തി ഉണ്ട്. അതിന്റെ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രിട്ടീഷ് ആർക്കൈവ്സ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഇപ്പോൾ അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലുള്ള റെക്കോർഡ്സിൽ അരീക്കോടായിട്ട് ബന്ധപ്പെട്ട കുറേ പരാമർശങ്ങളുണ്ട്. ഞാൻ തന്നെ കണ്ട പഴയ ബ്രിട്ടീഷ് ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ മലബാറിലെ പല ഗ്രാമങ്ങളെ പറ്റിയും പരാമർശങ്ങളിലെ പോലെ അരീക്കോടായിട്ട് ബന്ധപ്പെട്ട രേഖകളുണ്ട്. MSP രേഖകളുണ്ടാവും, MSP രേഖകളുണ്ട്. അതല്ലാതെ നമ്മൾ പഴയകാല പ്രസിദ്ധീകരണങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന ആനുകാലികങ്ങളിൽ അരീക്കോടായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. ഇപ്പോ അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ പത്രങ്ങളിൽ അരീക്കോടായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന NV അബ്ദുസ്സലാം മൗലവി പ്രസിദ്ധീകരിച്ചിരുന്ന മിഷ്കാത്തുൽ ഹുദ മാസിക, അത് നമ്മൾക്കൊരു അന്നത്തെ ഒരു ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ഇന്റലക്ച്വൽ ഫെർമെന്റേഷന്റെ ഒരു ക്രോസ് സെക്ഷൻ അതിന്റെ ഒക്കെ പേജുകളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഓറൽ ഹിസ്റ്ററീസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഴയ ആൾക്കാരുടെ അടുത്ത് പോയി ഓറൽ ഹിസ്റ്ററീസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിലുള്ളൊരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കുന്ന ഈ ബ്രിട്ടീഷ് പീരീഡ് ഒക്കെയാണ്. അന്നത്തെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന എത്ര ആൾക്കാർ ഇപ്പോൾ ബാക്കിയുണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ്, അതിലൊരു ക്രൈസിസ് ആണ്. ഞാനും ഇത് ഇപ്പോൾ സുല്ലം ഇസ്ലാം ആർട്സ് കോളേജിൽ തന്നെ പഠിച്ച ആളാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളത് കോളേജ് മാഗസിന് വേണ്ടി അരീക്കോട് ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അന്ന് 2005, 2008 സമയത്താണ് ഞാനവിടെ ഡിഗ്രിക്ക് പഠിക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ മാഗസിൻ്റെ എഡിറ്റർ ആയിരുന്നു. ഞാൻ അരീക്കോട്ടെ കുറെ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങൾ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, അരീക്കോടിന്റെ ചരിത്രം ഇന്നലകളിലേക്കുള്ള എത്തിനോട്ടം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലുള്ള കുറെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഗ്യാദർ ചെയ്ത കുറെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളത് ഇന്റർവ്യൂ ചെയ്ത മിക്കവാറും ആൾക്കാർക്ക് ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതായി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇനി നേരിട്ട് അനുഭവിച്ചിട്ടില്ലെങ്കിൽ അത് കേട്ട ആൾക്കാർ ഇപ്പോൾ ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എത്നോഗ്രാഫി നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്, അങ്ങനത്തെ ആൾക്കാരെ പോയി സംസാരിച്ചു നോക്കാവുന്നതാണ്. ആ രീതിയിലുള്ള ഒരുപാട് ഡാറ്റ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സർ, ഞങ്ങൾക്ക് അരീക്കോടിനെ കുറിച്ച് ഇത്രയും ഹിസ്റ്ററി പറഞ്ഞു തന്നതിനും കൂടാതെ സാറിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനും താങ്ക് യു ഓൾ.